മമ്മൂട്ടി, മോഹൻലാൽ എന്നിവരോടൊപ്പം നിരവധി സിനിമകളിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുള്ള നടനാണ് മലയാളത്തിന്റെ ഏറെ പ്രിയപ്പെട്ട താരം സിദ്ദിഖ്. ഇരുവരും സിനിമയെ സമീപിക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണ് സിദ്ദിഖ് ഇപ്പോൾ. മമ്മൂട്ടി, മോഹൻലാലും കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ടെന്ന് താരം തന്നെ പറയുന്നുണ്ട്. ഒരു അഭിമുഖത്തിലായിരുന്നു സിദ്ദിഖ് ഈ കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ട് എത്തിയത്. രണ്ടുപേരും കഥാപാത്രങ്ങളെ സമീപിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. മമ്മൂക്ക വളരെ സീരിയസ് ആയാണ് ഓരോ കഥാപാത്രങ്ങളെയും കാണുന്നത്. അതിന് അനുസരിച്ചാണ് അദ്ദേഹം ഡയലോഗുകൾ പഠിക്കുന്നതും അവ പറയുന്നതും. ആ സമയത്ത് അവിടെ എന്തെങ്കിലും ശബ്ദമുണ്ടായാൽ പോലും മമ്മൂക്കയെ അത് ഇറിറ്റേറ്റ് ചെയ്യും. ലാലിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അയാളെ ബാധിക്കില്ല. ലാൽ ഷോട്ടിന് തൊട്ടു മുമ്പ് വരെ തമാശ പറഞ്ഞ് ഇരുന്നിട്ട് ആക്ഷൻ പറയുമ്പോഴാകും എന്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുക. അത് രണ്ടുപേരുടെയും സ്വഭാവത്തിന്റെ വ്യത്യാസമാണ്. പക്ഷേ അവരുടെ പെർഫോമൻസ് മികച്ചതാണ്. ഞാനതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ. സിദ്ദിഖ് ഈ കാര്യം പറയുമ്പോൾ അടുത്തിടെ ദിലീപും അങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എത്തുകയുണ്ടായി. മോഹൻലാൽ സിനിമകൾക്ക് ക്ലാപ്പ് അടിച്ചുകൊണ്ടായിരുന്നല്ലോ ദിലീപിന്റെ സിനിമ എൻട്രി തന്നെ. സംവിധായകൻ കമലിനൊപ്പം അസോസിയേറ്റ് ഡയറക്ടറായി വർക്ക് ചെയ്ത ദിലീപ് മോഹൻലാൽ സിനിമയ്ക്ക് ക്ലാപ്പ് അടിച്ചപ്പോഴുണ്ടായ രസകരമായ നിമിഷം പങ്കുവയ്ക്കുകയുണ്ടായി. ഒരു സീരിയസ് സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഡയലോഗുകൾ പറയുന്ന മോഹൻലാലിന്റെ ഒരു സീരിയസ് സീൻ. അതിന് ക്ലാപ്പ് അടിക്കുകയായിരുന്നു ദിലീപ്. ക്ലാപ്പ് അടിച്ച ദിലീപിന്റെ കൈവിരൽ അതിന്റെ ഇടയ്ക്ക് വിട്ടു. അങ്ങനെ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് താഴെ കുത്തിയിരുന്ന് വേദനിച്ച് വായടച്ചു പിടിച്ച് ശബ്ദമുണ്ടാക്കാതെ വേദന സഹിച്ച ദിലീപിന്റെ ഒരു സംഭവമായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സീൻ നടന്നപ്പോൾ ഇതിലൊന്നും പെടാതെ മോഹൻലാൽ തൊട്ടടുത്ത് ആ സീരിയസ് ഡയലോഗ് പറയുകയായിരുന്നു. സീരിയസ് ഡയലോഗ് പറഞ്ഞു തീർത്ത് കട്ട് പറഞ്ഞപ്പോൾ മോഹൻലാൽ പെട്ടെന്ന് ചിരിക്കുകയും എന്തുവാടാ ഇത് കാണിച്ചത് എന്ന രീതിയിൽ ദിലീപിനോട് ചോദിക്കുകയും ചെയ്തു. പൊട്ടിച്ചിരിച്ചുകൊണ്ടാണ് മോഹൻലാൽ ദിലീപിനോട് ഇക്കാര്യം ചോദിച്ചത്. ദിലീപും അപ്പോൾ പറഞ്ഞു അറിയാതെ പെട്ടുപോയി ലാലേട്ട എന്ന് പറഞ്ഞ് അവിടെ ഒരു സംഭവം തന്നെ നടന്നു. എന്നാൽ മോഹൻലാലിനെ ഇതൊന്നും ഡിസ്ട്രാക്ട് ചെയ്തില്ല എന്നതാണ് ദിലീപ് പറഞ്ഞു വെക്കുന്നതിൽ നിന്നും മനസ്സിലാകുന്നതും. എന്നാൽ മറ്റ് താരങ്ങൾ അങ്ങനെയല്ല. അവർക്കൊക്കെ അത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. ആ സമയത്ത് ഒരു ശബ്ദം പോലും ഉണ്ടായാൽ പോലും മമ്മൂക്കയെ അത് ഇറിറ്റേറ്റ് ചെയ്യുമെന്ന് സിദ്ദിഖ് പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവർ തമ്മിലുള്ള വ്യത്യാസം തന്നെ. മോഹൻലാലിന് അതൊരു വിഷയമേ അല്ല. അങ്ങനെ ഉണ്ടായാലും അദ്ദേഹം ആ സമയത്ത് വ്യതിചലിക്കില്ല. അതൊരു പ്രത്യേക നടൻ തന്നെയാണ് എന്ന് പറഞ്ഞു വെക്കുകയായിരുന്നു ഈ താരങ്ങൾ ഒക്കെയും.